ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഏകദേശമൊക്കെ വെള്ളം കയറി നിൽക്കുന്ന ഒരു പാടമാണ്. ഏകദേശം വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ ഇവിടെ വലിയ കന്നുകളാണ് സൈനുലാബ്ദീൻ നടുന്നത്. എന്താ സൈനുലാബ്ദീന്റെ ഇതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു നല്ല കൊലയുള്ള കന്നാണ്. പിന്നെ നമ്മുടെ സ്വന്തം കന്ന് തന്നെയാണ്. 2 മാസം മുന്നേ 2.5 മാസം മുന്നേ തിരിച്ചു വെച്ചതാണ് ഇവിടെ. അപ്പൊ ഇപ്പം വെള്ളം ഇപ്പൊ ഇടുകയാണ്. കറക്കണം കഴിഞ്ഞല്ലോ, പകുതി കഴിഞ്ഞല്ലോ. അപ്പൊ നല്ല കൊലയുള്ള കന്നാണ്. അതായത് നമ്മളെ സ്വന്തം കന്ന് തന്നെയാണ്. അപ്പൊ നമ്മള് കന്ന് നടുമ്പോ നമ്മള് ഈ മണ്ണ് മാറ്റി വെക്കുന്നുണ്ടോ? സ്ഥലങ്ങൾ മാറ്റി വെക്കുന്നുണ്ടോ? വേറെ സ്ഥലത്താണ്, 1 കിലോമീറ്റർ അപ്പുറത്തുള്ള. അപ്പൊ നമ്മളത് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ വെച്ച സ്ഥലത്ത് തന്നെ വെച്ച് കഴിഞ്ഞാല് വളർച്ച കുറയാനോ അല്ലെങ്കിൽ വിളവ് കുറയാനൊക്കെ സാധ്യത. വെള്ളം ഇറങ്ങി മണ്ണ് ശരിക്കും ഉലർന്നു തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പൊ ഈ സമയത്താണ് കർഷകരൊക്കെ കന്ന് അന്വേഷിക്കാൻ നടക്കാറ് അല്ലെ? ഈ സമയത്ത് കന്ന് അന്വേഷിച്ച് അപ്പൊ അതുമല്ല, കന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇനിയിപ്പോ നട്ട് എന്തായാലും ഈ 2 ഇല പരിവാവണമെങ്കിൽ 1 മാസം 1.5 മാസത്തോളം എന്തായാലും വേണം. അപ്പൊ ആ സമയമായപ്പോഴേക്കും സൈനുലാബ്ദീന്റെ കന്നുകളൊക്കെ അതേ എന്താ പറയാ പാടത്തേക്ക് എത്തി. അപ്പൊ ഇത് എന്തൊക്കെയാണ് ചെയ്ത് നമ്മൾ അന്ന് കന്ന് പിരിച്ചിട്ട് എന്താണ് ചെയ്ത് വെച്ചത്? എങ്ങനെയാണ്? മരുന്നിന് മുക്കി വെച്ച് റെഡിയാക്കി മരുന്നിൽ മുക്കി വെച്ച് കുത്തനെ നമ്മൾ വെച്ച്. അത് നമ്മൾ മണ്ണിലാണോ വെക്കുന്നത് അല്ലെങ്കിൽ വല്ല കോൺക്രീറ്റ് ചെയ്ത സ്ഥലം? അപ്പൊ അതായത് വേര് മണ്ണിലേക്ക് പോയിട്ടുണ്ടായോന്ന്? വല്ലാതെ പോയിട്ടില്ല. അപ്പൊ നേരെ പറിച്ചു ഇങ്ങോട്ട് വെക്കുകയാണ്. അപ്പൊ ഇനി ഇവരെ വളർച്ച ഇപ്പൊ ഏകദേശം 2 മാസം വളർച്ചയില്ലേ? അപ്പൊ കൊല വെട്ടുമ്പോ നമുക്കിപ്പോ മറ്റുള്ളവരൊക്കെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഈ പാടത്തൊന്നും ആരും വാഴ വെക്കാനുള്ള ഒരു ആലോചന പോലും ഉണ്ടായ ലക്ഷണം ഈ പാടത്തില്ല. അപ്പൊ സൈനുലാബ്ദീൻ വളരെ മുന്നിലാണ്. ഏകദേശം ഒരു 1.5 മാസം 2 മാസത്തോളം മൂപ്പെത്തിയ കന്നുകളാണ് ഇപ്പൊ നടുന്നത്. കൊല വെട്ടുമ്പോ നമുക്ക് എന്തായാലും 1 മാസം മുൻപെങ്കിലും 1 മാസം മുന്നെങ്കിലും വെട്ടാം. അപ്പൊ നമ്മളതൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. മുൻപേ ഓടുന്നവർക്ക് മാത്രമാണ് പൊതുവെ മാർക്കറ്റിൽ വില കൂടുതൽ കിട്ടാറുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മുളപ്പിച്ച കന്നുകൾ എന്ന് പറയുമ്പോൾ ഈ ചെറിയ ചെറിയ കന്നുകൾ എപ്പോഴും ഒരു സൈഡിൽ വെച്ച് നടാനായിട്ട് നോക്കുക. കാരണം എന്താ വെച്ചാൽ ഏറ്റവും ആദ്യം വെയിൽ വരുന്ന ഭാഗത്ത് അല്ലെങ്കിൽ വെയിൽ ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഭാഗങ്ങളിൽ ചെറിയ കന്ന് വെക്കാനും അതിന്റെ ഒരു സൈഡിൽ വലുത് വെക്കാനായിട്ടും നമ്മളിനി ഇത്രയും കൂടി ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതിന്റെ ഇടയിൽ പെട്ടുപോകില്ലേ? അപ്പൊ ഇനി മുതൽ നമ്മൾ വെക്കുമ്പോൾ ചെറിയ കന്നുകളൊക്കെ ഒരു സൈഡിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വളർച്ച പെട്ടെന്ന്, അതായത് ഒരു ഭാഗത്ത് ചെറിയ കന്നുകളാണെങ്കിൽ അവർക്ക് ഇത്രയും കൂടി വളം കൂടുതൽ കൊടുത്തോണ്ടോ അല്ലെങ്കിൽ സാധാരണ 6 വളം കൊടുക്കുകയാണെങ്കിൽ അതിന് മാത്രം നമുക്കൊരു 7 വളമൊക്കെ കൊടുത്തുകൊണ്ട് എല്ലാ വാഴയും ഒപ്പം നമുക്ക് കൊല വെട്ടിയെടുക്കാനായിട്ട് സഹായിക്കും. അപ്പൊ ഇനി എന്തൊക്കെയാണ് ചെയ്യാ? ഇത് വെച്ചിട്ട് പിന്നെ DAP ഇലമ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ SOP കൊടുക്കും. ഇപ്പൊ ഒരു 2 മാസം ഇലമ തന്നെ കൊടുക്കുള്ളൂ. വെള്ളത്തിന്റെ പോക്കിനൊക്കെ കറന്നിട്ടേ പിന്നെ വേരുമ്പോ കൊടുക്കുള്ളൂ. വളങ്ങളൊക്കെ ജൈവവളം കൊടുക്കും. ജൈവവളം മാത്രം കൊടുക്കും. ചാണകം കലക്കിപ്പാരും പിന്നെ വളപ്പൊടി ഇട്ട് മണ്ണിട്ട് കൊടുക്കും. അതെല്ലാം കൊടുക്കും. രാസവളം മാത്രം നമ്മൾ തൊടില്ല. 2 മാസം കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ. അപ്പൊ രാസവളം തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കറിയാം ഇവിടെ വെള്ളം ഏകദേശം തലയ്ക്ക് മീതെ വരെ വരുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾക്ക് ഈ കാലവർഷം ഒന്നും അല്ല ഇനി കഴിയോ ഇനി മഴ പെയ്യോന്നൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ പാടത്തൊക്കെ വാഴ വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, രാസവളം തൊടിക്കാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇലയുമ്പോൾ കൊടുക്കുന്ന എല്ലാ രാസവളങ്ങളും ഇന്ന് ലഭ്യമാണ്. അപ്പൊ അത് കൊടുത്തുകൊണ്ട് മാത്രം നിർത്തുക. രാസവളം ചുവട്ടിൽ തൊടരുത്. ജൈവവളം നമുക്ക് ഇടാം. അപ്പൊ ചാണകം കലക്കി കൊടുക്കും. ചാണകം കലക്കി ചാണകപ്പൊടി ഒറ്റിട്ട് കൊടുക്കും. അപ്പൊ ഇതുപോലെ ഈ നനവുള്ള സമയത്ത് ചാണകം നമ്മൾ കലക്കി ഒഴിക്കുന്നവരുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഹ്യൂമിക്കും കൂടി കുറച്ച് ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇനി ഇലയമ കൊടുക്കുന്നതിന്റെ അളവുകളൊക്കെ ഒന്ന് പറഞ്ഞേ. DAP ഉണ്ട്. DAP ലിറ്റർക്ക് 3 മില്ലി 50 മില്ലി ഒരു കുറ്റിക്ക് 48 മതി. 50 എടുക്കും കറക്റ്റ് ആയിട്ട്. വ്യത്യാസം ഉണ്ടാവുള്ളൂ. DAP. അപ്പൊ അതായത് നമ്മൾ മണ്ണില് ആദ്യം കൊടുക്കുന്ന നമ്മളുടെ യൂറിയയും രാജ്ഫോസ് ഇതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ആദ്യത്തെ വളം നമുക്ക് യൂറിയ രാജ്ഫോസും കൊടുത്തില്ല എന്നുള്ള വിഷമം വേണ്ട. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം പൊട്ടാഷ്യം നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് എത്ര ദിവസം കഴിയുമ്പോഴാണ് നമ്മള്? ഒരാഴ്ച കഴിഞ്ഞിട്ട് SOP അതായത് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം നമ്മൾ ഇത് കൊടുക്കും. അപ്പൊ അത് എത്ര ഗ്രാമാണ് എടുക്കുക നമ്മള്? 12 ഗ്രാം. അതായത് 6 മുതൽ ഒരു 10-12 ഗ്രാം വരെ നമുക്ക് ഈ ഇലയുടെ കട്ടി അനുസരിച്ചിട്ട് എടുക്കാം. അപ്പൊ അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ കർഷകര് എങ്ങനെയാണ് പിന്നെ അടുത്ത ഒരു വളവും കൂടി നമ്മൾ ഇതുപോലെ തന്നെ ഇലമ കൊടുക്കുമല്ലോ? അത് എത്രാം പക്കാണ് നമ്മൾ കൊടുക്കുക? 20 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കും. അപ്പൊ അത് കഴിയുന്നതോടുകൂടി ഏകദേശം നമ്മളുടെ ഒക്ടോബർ മാസം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനമായി അല്ലെ? പിന്നെ നമുക്ക് 3-ാം വളം രാസവളമായിട്ട് കൊടുക്കാം അല്ലെ? പിന്നെ അത് തുടങ്ങി എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുക? ഒരു തവണയും കൂടി കൊടുക്കും. ഒരു തവണ രാജ്ഫോസ് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മുതലുള്ളത്
പൊട്ടാസ്യം യൂറിയ മാത്രം. യൂറിയയും പൊട്ടാഷ്യം മാത്രം കൊടുക്കും. അപ്പൊ യൂറിയയുടെയും പൊട്ടാഷ്യന്റെയും അനുപാതം എങ്ങനെയാണ്? ഞാൻ 110 ഗ്രാം പൊട്ടാസ്യം, ഒരു 65 ഗ്രാം യൂറിയ. അപ്പൊ എപ്പോഴും നമ്മൾ കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, യൂറിയയുടെ ഇരട്ടിയോളം തന്നെ നമ്മൾ പൊട്ടാഷ്യം എടുക്കാൻ നോക്കുക. വില കൂടുതലാണെന്ന് വിചാരിച്ച് അത് ഉപയോഗിക്കാൻ മടി കാണിക്കരുത്. അപ്പൊ എന്തായാലും കൂടുതലായിട്ട് യൂറിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റ് ഇലക്കീടങ്ങളും രോഗങ്ങളും ഒക്കെ കൂടാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ എന്തായാലും സെയിൻ ലാബ്ദിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അത് മാതൃകയാക്കാവുന്ന ഒരു രീതി തന്നെയാണ്. ഇനിയിപ്പോ മഴയാണ് എന്നൊന്നും പറഞ്ഞ് ആരും എന്താ പറയാ മടി കാണിച്ചിരിക്കല്ലേ. കന്നുകളൊക്കെ വാങ്ങി കരയ്ക്കൊക്കെ വെച്ച് ഇതുപോലെ 2 ഇലയും 3 ഇലയൊക്കെ ആക്കിയിട്ട് നമുക്ക് ഈ പാടത്തേക്ക് ഇറക്കാവുന്നതാണ്. അല്ലാതെ എല്ലാ പണിയും കഴിഞ്ഞ് തോട്ടം വൃത്തിയായി എല്ലാം കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ കന്ന് നടുന്നതിനെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ വളരെ പിന്നിലേക്ക് പോകും. എല്ലാവരെയും കായ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വില പൊതുവെ താഴോട്ട് പോകാനുള്ള സാധ്യതയല്ലേ. അപ്പൊ എല്ലാവർക്കും മുൻപ് നമ്മുടെ കൊല വെട്ടണം എന്നുള്ളൊരു പ്രത്യേക ഒരു താല്പര്യം നമുക്ക് വേണം. അപ്പൊ എന്തായാലും ഇനി സമയം കളയാനില്ല, എല്ലാവരും മുന്നോട്ട് വരിക. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന സെയിൻ ലാബ്ദിനോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.